പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വന്ദേമാതരം മാത്രമല്ല, ക്വിസ് മത്സരത്തിലെ ചോദ്യവും ഇപ്പോൾ UDF-നെ ഒന്നാകെ വിട്ടിലാക്കിയിരിക്കുകയാണ്. UDF-ന്റെയും കോൺഗ്രസിന്റെയും പൊതുനിലപാടെന്താ? VD സവർക്കർ എന്ന് പറയുന്നത് തുടർച്ചയായി മാപ്പ് അപേക്ഷിച്ച് മാപ്പിരുന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നാണക്കേടുണ്ടാക്കിയ ആളാണ് എന്നാണ്. അതുകൊണ്ട് VD സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായി കോൺഗ്രസുകാർ അംഗീകരിക്കുന്നില്ല. എന്നാൽ VD സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയെ അംഗീകരിച്ച് പൂജിക്കുന്നത് സംഘപരിവാറാണ്. അപ്പോൾ VD സവർക്കറെ പുകഴ്ത്തിയുള്ള ചോദ്യം UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ എങ്ങനെയിരിക്കും? അത് സംഭവിച്ചു. കാസർഗോഡ് ക്വിസ് മത്സരത്തിലെ ചോദ്യാവലിയിൽ VD സവർക്കറെ പുകഴ്ത്തിയുള്ള ചോദ്യോത്തരം ഉൾപ്പെടുത്തിയതിൽ പ്രതികരണവുമായി ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകരിൽ ഒരാളായ ഗുരുപ്രസാദ് പറയുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയത് എന്നാണ്. ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ AUമാർക്കാണ് കൈമാറിയതെന്നും പറയുന്നു. തനിക്ക് സംഘപരിവാർ പശ്ചാത്തലമില്ലെന്നും മഞ്ചേശ്വരം, കുമ്പള ഉപജില്ലകളിലെ അധ്യാപകർ ഉൾപ്പെട്ട ഗ്രൂപ്പാണ് ചോദ്യങ്ങൾ കണ്ടെത്തിയതെന്നും ഗുരുപ്രസാദ് പറഞ്ഞു. അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയ ചോദ്യം ഗൂഗിളിലെ ഗ്രൂപ്പായിട്ട് ചെയ്തതല്ലേ, സിംഗിളിൽ ചെയ്തതല്ലേ. കുമ്പള പിന്നെ മഞ്ചേശ്വരം കൂടിയിട്ട് ചെയ്തത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് റെസ്പോൺസിബിലിറ്റി കുമ്പളെ മഞ്ചേശ്വരം 2 സബ്ജക്റ്റില്ല. പർപ്പസ്ഫുള്ളി ചെയ്തതൊന്നുമല്ല ഇത്. അതല്ലാതെ അതിൽ അതിൽ ഒരു രാഷ്ട്രീയ പാഠങ്ങൾ മിക്സ് ആയിട്ട് ചെയ്ത സംഭവമാണ്. അപ്പൊ ഇങ്ങനെ കരുതി കൂട്ടി ചെയ്താൽ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. അതാണ് സംഭവിച്ചത്. അതിന് ഞങ്ങൾ നോക്കാനൊന്നും പോയിട്ടില്ല. ക്വിസല്ലേ കുട്ടികളൊക്കെ ഡയറക്റ്റ് അതിന് തന്നെ DTPന്റെ അവർ കൊടുത്തിട്ട് അവിടെ തന്നെ ഓഫീസ് കഴിച്ചു. അതാണ് സമയം. റെഫറൻസ് ചെയ്യാൻ നോക്കിയിട്ടില്ല, ചോദ്യം നോക്കിയിട്ടില്ല. ഇല്ല, ഞാൻ കന്നഡ അധ്യാപക സംഘടന മാത്രം, ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോലും ഇല്ല. RSSകാരായ അധ്യാപകർ ബോധപൂർവം സവർക്കറുടെ ചോദ്യം ഉൾപ്പെടുത്തിയെന്നും പോലീസിലും അധ്യാപകരിലും RSSകാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ചരിത്രം തിരുത്തി ഭാവി തലമുറയെ അപകടത്തിലാക്കാനാണ് ശ്രമമെന്നും വിമർശനം. നമുക്കറിയാം, കേരളത്തിലെ പോലീസിനകത്തും അതുപോലെ തന്നെ അധ്യാപക സംഘടനകളിലും കുറെ RSSകാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരുടെ ചിന്താധാര RSSന്റെ ചിന്താധാരയാണ്. അത് കുട്ടികളിലൂടെ വരും തലമുറയിലേക്ക് പകർത്താനുള്ള ബോധപൂർവമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കുമ്പളയിലും കാസർഗോട്ടും മഞ്ചേശ്വരത്തുമൊക്കെ ഈ സോഷ്യൽ സയൻസ് ക്ലബ് അസോസിയേഷൻ ഈ ചോദ്യാവലിയിലൂടെ നടത്തിയിരിക്കുന്നത്. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ആ ചോദ്യത്തെ നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ചരിത്രവിരുദ്ധമാണ് ആ പോസ്റ്റ്. സാങ്കേതികമായി തന്നെ അത് പിശക് പിടിച്ച ചോദ്യമാണ്. കാരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും വലിയ ശിക്ഷ സ്വാതന്ത്ര്യ സമരത്തിൽ കിട്ടിയത് നമ്മുടെ ഭഗത് സിംഗിനും രാജ്ഗുരുവിനും സുഖദേവിനും അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ തൂക്കിലേറ്റപ്പെടുമ്പോഴാണ്. ജാലിയൻ വാലാബാഗിലടക്കം വെടിയേറ്റ് കൊല്ലപ്പെടുമ്പോഴാണ്. മരണശിക്ഷയേക്കാൾ വലിയ ശിക്ഷയല്ലല്ലോ ജീവപര്യന്തം തടവ്. ആ 27 വർഷമാണ് വ്യത്യസ്ത ജയിലുകളിലും രത്നഗിരിയിലുമൊക്കെയായി സവർക്കർ തടവിലാക്കപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ ചരിത്രം പറയുന്നത്. അപ്പോൾ വസ്തുതാപരമായി തെറ്റായ ചരിത്രവിരുദ്ധമായ VD സവർക്കറെ വെള്ളപൂശുന്ന പുകഴ്ത്തുന്ന ഇത്തരത്തിലുള്ളൊരു ചോദ്യം എങ്ങനെ വന്നു എന്നാണ് അധ്യാപകൻ പറയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ? ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടുന്ന ഉത്തരം വേറെയാണ്. അപ്പോൾ ഇത് കരുതിക്കൂട്ടിയുള്ളതാണെന്നുള്ളതാണോ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഒക്കെ പറയുന്നത്? ഈ ചോദ്യം എങ്ങനെയാണ് UDF-നെ വെട്ടിലാക്കിയിരിക്കുന്നത്? VS രഞ്ജിത്ത്. ഈ അധ്യാപകന്റെ മറുപടി അത് തീർത്തും വിചിത്രമാണ്. അത് യുക്തിക്ക് നിരക്കുന്നതല്ല. കാരണം അതിൽ തന്നെ ആ ചോദ്യത്തിൽ തന്നെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ചോദ്യത്തിൽ തന്നെ 2 പിശകുകളുണ്ട്. ഒന്ന്, ഈ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് ഏറ്റവും വലിയ ശിക്ഷ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. ആ ശിക്ഷ ഇനിയിപ്പോൾ ജയിൽ കാലാവധി ജയിൽവാസമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പർട്ടിക്കുലർലി ആ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ജയിൽവാസമാണെങ്കിൽ അതിൻ്റെ ഉത്തരം വീരസവർക്കർ അല്ല എന്നുള്ളതാണ് ചരിത്ര പാഠപുസ്തകങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാങ്കേതികമായി തെറ്റായൊരു ഉത്തരം ചോദ്യം അത് ഈ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരുന്നതിന്, ഈ ചോദ്യാവലികളിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. വീരസവർക്കർ എന്ന ഉത്തരത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ചോദ്യമാണ് എന്ന് വ്യക്തമാണ്. ഏതായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത്തരമൊരു ചോദ്യം ലഭ്യമല്ല, അത്തരമൊരു ഉത്തരം അവിടെ കിടപ്പുണ്ടാവും. അതിനനുസരിച്ചൊരു ചോദ്യം തയ്യാറാക്കി അധ്യാപകർ ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതുതന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നത്. ചില RSSകാരായ അധ്യാപകർ, ഈ അധ്യാപകർക്കിടയിലും ചിലർ പോലീസുകാർക്കിടയിലും നുഴഞ്ഞു കയറുന്നു. ആ നുഴഞ്ഞു കയറ്റക്കാരായിട്ടുള്ള സംഘപരിവാർ ബന്ധുക്കളാണ് ഇത്തരത്തിലുള്ള ചോദ്യം തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപണമായി ഉന്നയിക്കുന്നത്. ഏതായാലും അധ്യാപകരിൽ നിന്ന് വിശദീകരണം AEO തേടിയിട്ടുണ്ട്. AEO DAക്ക് റിപ്പോർട്ട് കൊടുക്കും. DAയുടെ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർ കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AEOയുടെ കൈവശം ഈ ചോദ്യാവലി ഉണ്ടായിരുന്നു. AEOയും ഈ ചോദ്യാവലി പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. AEOയുടെ പരിശോധന പൂർത്തിയാക്കി വേണം ഇത് സ്കൂളുകൾക്ക് കൊടുക്കാൻ. ആ പരിശോധനയും നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,
ഇതാണ് ചുരുക്കത്തിൽ വന്ദേമാതര വിവാദവും അതേപോലെ ഫ്രീഡം ക്യൂസിലെ ചോദ്യവും UDF മുസ്ലിം ലീഗിനെ വിശിഷ്യ ഇപ്പോൾ വെട്ടിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അധ്യാപകർക്കെതിരെ നടപടിയില്ലെങ്കിൽ കടുത്ത സമരപരിപാടികളിലേക്ക് പോകും എന്നാണ് ഇടത് യുവജന സംഘടനകൾ ഒക്കെ അറിയിച്ചിരിക്കുന്നത്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വല്ലപ്പോഴും മറന്നുവെച്ച ചരിത്ര പാഠപുസ്തകം കൂടി ഒന്ന് നോക്കണ്ടേ? ആ ചരിത്ര പാഠപുസ്തകം നോക്കിയിട്ട് വേണ്ടേ ഗുരുപ്രസാദ് അധ്യാപക മാഷെ ചോദ്യമൊക്കെ തയ്യാറാക്കാൻ? അപ്പോൾ മാഷമാർ ഈ ചോദ്യം തയ്യാറാക്കിയത് ഗൂഗിളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നതിനകത്ത് വലിയ യുക്തിയൊന്നുമില്ല. ഗൂഗിൾ പോലും അങ്ങനെ ഒരു ഉത്തരം കൊടുക്കില്ല. ഏറ്റവും കൂടുതൽ ശിക്ഷ ജയിൽ ശിക്ഷ എന്ന് കൊടുത്തിരുന്നാൽ ഒരുപക്ഷെ VD സവർക്കറുടെ പേര് വരും. പക്ഷേ VD സവർക്കർ അല്ല കേട്ടോ. 10, 30, 32 വർഷമൊക്കെ ജയിലിൽ കഴിഞ്ഞ ആൾക്കാരും ഉണ്ട്. VD സവർക്കർ ആകെ 14 വർഷമേ സാങ്കേതികമായി ജയിലിൽ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ 11 വർഷം പിന്നെ മാപ്പ് അപേക്ഷിച്ച് മുടിയനായ പുത്രന് ഈ പൈതൃകവാതായനങ്ങളിലേക്കല്ലാതെ എങ്ങനെയാണ് എത്തിച്ചേരാൻ കഴിയുക? എന്നെ സ്വന്തനാക്കിയാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഉത്ഥാനത്തിന് വേണ്ടി ഞാൻ പണിയെടുത്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് മാപ്പെഴുതി കൊടുത്തു പോകുന്ന കക്ഷിയുടെ പേരാണ് VD സവർക്കർ. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊന്നും നമുക്ക് ആ അർത്ഥത്തിൽ വിളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷം പറയുന്നത് വിളിക്കാൻ പറ്റൂല എന്നാണ്.